പ്രിയമുള്ള സമുദായ സ്നേഹികളെ, ഞാൻ അഡ്വക്കേറ്റ് ബീനു കെ ശങ്കർ, ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാനിപ്പോഴേ ഈ വീഡിയോ ഇടുന്നത് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് നടക്കുകയാണ്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ നിലപാട് നമ്മൾ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഭയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ള നിലപാട് നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചും സഹായിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുവാനുള്ള സാഹചര്യം കേരളത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും സഭയ്ക്ക് ലഭിക്കുവാനുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആനുകൂല്യങ്ങളും ഇനി ലഭിക്കുവാനുണ്ട്. കേന്ദ്ര OBC ലിസ്റ്റിൽ വീരശൈവ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ എന്തെങ്കിലും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തിരഞ്ഞെടുപ്പും വരുമ്പോൾ നിങ്ങൾ വീരശൈവയിൽ ഏത് അവാന്തര വിഭാഗമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യം ആണുണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ സമുദായത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനൊരു പരിഹാരമുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില അവാന്തര വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനങ്ങളും മറ്റും നമ്മൾ സർക്കാരിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ആചാര്യനായ ശ്രീ ബസവേശ്വരൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇനി നേടിയെടുക്കുവാനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും വീരശൈവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ തിരിച്ചും സഹായിക്കുക എന്ന നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ആൾക്കാർ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മുടെ വരും തലമുറയ്ക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലങ്ങളിലും ഉള്ള സ്ഥാനാർത്ഥികൾ നമ്മളെ ആരാണോ സഹായിക്കാം എന്ന് ഏറ്റിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും പല മുന്നണികളിൽപ്പെട്ട സ്ഥാനാർത്ഥികളും നമ്മുടെ സംസ്ഥാന ഭാരവാഹികളെയൊക്കെ തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് എടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അതുകൊണ്ടാണ് സഭയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരും സഭയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയുവാൻ.